ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഒരു തവണ ചെയ്യാനുള്ള ആ ഒരു നൂഡിൽസ് ആട്ടോ കിട്ടുക. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിലെടുത്താൽ മതി ഗോതമ്പ് പൊടി. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി വെളുത്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു നൂഡിൽസ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് ഒരു ഇളം ചൂടുവെള്ളം വെച്ചിട്ടാണ്. ഒത്തിരി ചൂടുള്ള വെള്ളം വേണ്ട കേട്ടോ, ഒരു ഇളം ചൂടുവെള്ളം മതി. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവല്ല നമുക്ക് വേണ്ടത്. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മാവാണ്. ഇത്തിരി സോഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽസ് പൊട്ടിപ്പോവും പെട്ടെന്ന്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹാർഡായിട്ടുള്ള മാവായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കുഴച്ചിട്ട് അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മൾ ഇടിയപ്പമൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രസ് വെച്ചിട്ടാണ്. ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതേ ചില്ല് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വണ്ണത്തിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ മാവ് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഈ ഒരു പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കിയിട്ടെടുക്കാം. ഒന്നുകിൽ സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ആവി കയറ്റുന്ന പോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയുടെ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയിട്ടും എടുക്കാം. ആവി കയറ്റുമ്പോൾ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആവി കയറ്റിയിട്ടെടുക്കാം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇത് സാധാരണ നമ്മൾ മാഗിയൊക്കെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് ചെറുതായിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഉണ്ടാവുക. പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മാവ് എത്രത്തോളം ടൈറ്റാണോ അപ്പോൾ അതുപോലെ നമുക്ക് പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതുപോലെ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും കുറച്ച് പൊടി ഇട്ടിട്ട് അതിൽ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചാലും മതി. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുക്കാം. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അതിലൊന്ന് ഇട്ടിട്ട് അതിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പശപ്പുണ്ടാവും ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ നൂഡിൽസ് റെഡിയാക്കുന്ന പോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ ധാരാളം ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് അതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ക്യാബേജും അതുപോലെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളൂ, അതൊക്കെ നല്ലതാണ്. പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട, അതിൻ്റെ ആ പച്ചപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. പച്ചപ്പൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ സാധാരണ സോസുകളൊക്കെയാണ് ചേർക്കാറ്. അപ്പോൾ ഞാനിവിടെ സോസൊന്നും അധികം ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ സോയാ സോസും റെഡ് ചില്ലി സോസും ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചേർക്കുന്ന ആകെ ടൊമാറ്റോ സോസാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ സോയാ സോസും ബാക്കി സോസുകളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നൂഡിൽസിലുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും. ഇതുപോലെ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതാണ് മാഗിയൊക്കെ പോലെ തന്നെ, പക്ഷെ മാഗിയുടെ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അത്ര ആ ഒരു ടേസ്റ്റ് അല്ല. പക്ഷെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റണ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, കാരണം അവർക്ക് മാഗി പോലെയൊക്കെ തന്നെ തോന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും വൈകിട്ട് വരുമ്പോഴൊക്കെ റെഡിയാക്കി കൊടുക്കാനും ഒക്കെ പറ്റണ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ നൂഡിൽസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.